എല്ലാവർക്കും അസമിൽ നിന്നുള്ള അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോ അസമിൽ എത്തിയിട്ടുണ്ട്, അരുണാചലിൽ നിന്ന്. അപ്പൊ ഒരു ബിഹുവിന്റെ ആഘോഷമായിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതായത് തേസ്പൂർ എത്തുന്നതിന്റെ കുറച്ച് മുമ്പാണ്. ഞാനിതിൽ പോയ സമയത്താണ് ഇവിടെ ബിഹു ആഘോഷിക്കുകയാണ്. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബിഹു ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബിഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വിഷു ഒക്കെ പോലെയാണ്, ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്. അപ്പൊ അവര് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഇപ്പോ. അപ്പോൾ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് വാഴേന്റെ മറ്റേ തണ്ടുണ്ടല്ലോ, അതിലാണ് ഇവരെ ഭക്ഷണമൊക്കെ ഉണ്ടല്ലേ. ചോറ് അതേമാതിരി പലതരം പച്ചക്കറി ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. ഇതിൽ കണ്ടില്ലേ, ഉപ്പുണ്ട്, അതുപോലെ മുളകുണ്ട്. ഇതൊക്കെയാണ് അവരെ ഭക്ഷണ സാധനങ്ങൾ. എന്തായാലും വെറൈറ്റി ആണ് കേട്ടോ സംഭവം. എന്തായാലും ഇങ്ങനെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതേ വലിയൊരു ഭാഗ്യമാണ്. ഈ സമയത്ത് തന്നെ ഞാൻ ആസാമിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവരൊക്കെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആരും കഴിക്കണില്ല, എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഇനി വല്ല പ്രാർത്ഥന കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയൂല. എന്തായാലും ഇവരപ്പം എന്തായാലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളതാണ് വലിയൊരു സംഭവം. അപ്പൊ ഇവര് ചോറ് തന്നിട്ടുണ്ട്, ചോറും കറികളൊക്കെ. ഇതിലെന്താണ് ഉള്ളതെന്ന് വെച്ചാല് ചോറുണ്ട്, പനീറുണ്ട്, പിന്നെ മിക്സ് വെജിറ്റബിൾ കറിയാണ്, പിന്നെ മീനുണ്ട്, പിന്നെ ചെറുപയർ പോലെ അങ്ങനെ സംഭവം ഉണ്ട്. പിന്നെ ഇത് താറാവാണ്. ഇത് വാഴേന്റെ തണ്ടുണ്ടല്ലോ, അതിലാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ ദിവസം അങ്ങനെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പൊ ഞാനിത് കഴിക്കട്ടെ. എന്തായാലും ഒരു ബിഹുവിൽ പങ്കെടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആസാമിൽ എത്തുകയും ചെയ്തു. പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി ബിഹു ആഘോഷിക്കാനും പറ്റി. സംഭവം സൂപ്പറാട്ടോ. ഞാൻ വരുന്ന വഴിക്ക് കുറെ സ്ഥലങ്ങളിൽ ആൾക്കാർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറെ ദൂരെയാണ്. അപ്പൊ ഇത് റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നല്ലൊരു ബിഹുവിൽ പങ്കെടുക്കാൻ പറ്റി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ താമ്പൂൽ, അതായത് അടക്കയും വെറ്റിലയും നൂറൊക്കെ തിന്നുന്ന ഒരു ട്രഡീഷണൽ രീതിയും കൂടി ഇവിടെ ഉണ്ട്. കണ്ടില്ല, എല്ലാവരും കഴിക്കുന്നുണ്ട് അത്. അപ്പൊ ഞാനും അവർ ആ ട്രഡീഷണൽ രീതിക്ക് തന്നെ അനുസരിച്ച് നിൽക്കുക കേട്ടോ. ഇതാ അടക്ക. അപ്പൊ എനിക്ക് ഇവിടുന്ന് ആസാമിന്റെ ഒരു നല്ലൊരു സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരെ സുഹൃത്തുക്കളായിട്ട് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇവിടെ കിട്ടിയ സുഹൃത്തുക്കളാണ് കേട്ടോ. ഞാൻ പോലെ മുറ. ഓക്കെ, വികാസ്. ഓക്കെ ഓക്കെ ഓക്കെ. നവജിത്ത്. ഓക്കെ. പ്രാഞ്ജുതി ദാസ്. പ്രിയാങ്സുപ്രിയ. ഓക്കെ. ഹലോ. നാം Samsugia. Okay, okay. Nam? Balkus. Balkus. Okay, okay. Thank you. അപ്പോൾ ഇവരൊക്കെ ബിഹുവിന് വേണ്ടിയിട്ടുള്ള നൃത്തത്തിന്റെ റിഹേഴ്സലാണ് കേട്ടോ. പക്ഷെ ഞാൻ തൽക്കാലം പാട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ പാട്ട് ഒഴിവാക്കി. പിന്നെ ഈ ഒരു ബിഹുവിന് സത്യത്തിൽ നൃത്തമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഭക്ഷണം കഴിക്കലും അതുപോലെ അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ പാട്ടും അതുപോലെ ചെറിയ മേളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി, അല്ലാതെ നൃത്തം ഇല്ല. അപ്പോൾ ഇവർ വെറുതെ ഒരു നൃത്തം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവര് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഡാൻസ്.
അപ്പോ ഇവിടുത്തെ കുട്ടികളൊക്കെ ഓരോരുത്തരെ വീടുകളിൽ ക്ഷണിച്ച് കൊണ്ടുപോയിട്ട് ചായയും പലഹാരങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരുപാട് കുട്ടികളുണ്ട്, അവരൊക്കെ വീട്ടിലൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പൊ ചായ കുടിക്കാണ്, നല്ല അടിപൊളി ചായയാണ്, പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പ്രത്യേക പലഹാരങ്ങളാണ്. ഇത് കേരളത്തിലൊന്നും കഴിച്ചില്ല, നല്ല അടിപൊളി സാധനം. എന്തായാലും ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് താങ്ക്സ് എവരിവൺ, താങ്ക്സ്. കൊണ്ടുവന്ന കുട്ടികളാണ് കേട്ടോ ഇവരൊക്കെ. ഇതാ ഇവിടെ ഒരാളുണ്ട്, ഇതാ ഇവരൊക്കെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. നല്ല അടിപൊളി പിള്ളേരാട്ടോ ഇവരൊക്കെ. ഹായ്. ഇനി ഡാൻസ് ഒക്കെ ഉണ്ട്, രാത്രിയിൽ ഡാൻസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ പോവാന്ന് പറഞ്ഞാണ്. ത്തിന്റെ വീട്ടിലാട്ടോ വന്നത്. आपका नाम बोलिए. सुरेश. ओके, थैंक यू भैया. आपका वाइफ है ना? हाँ, नाम मनोरमा. ओके, नाइस. बेटा नाम रटुल. ओके, एक और बेटा? नाम മാനസ്. ഓക്കെ, നല്ലൊരു അടിപൊളി ഫാമിലി ആട്ടോ ഇവിടെ. ഓക്കെ, താങ്ക് യു ഭയ്യ. ആചാരം ഒരു രീതി അനുസരിച്ച് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഒരു ഷാള് തരും. അങ്ങനെ തന്നെ ആ ഷാളൊക്കെ തന്ന് സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇവരെ വീട്ടിൽ വന്നപ്പോ. എന്തായാലും പിന്നെ ഇങ്ങനത്തെ ഒരു ദിവസം ഇവരെ വീട്ടിലൊക്കെ വരാനും ഇങ്ങനെയൊക്കെ ഈ ഒരു ബിഹുവിൽ പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഏതായാലും ഓക്കെ. അപ്പോ കുട്ടിപ്പട്ടാളങ്ങള് പിന്നെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകുക കേട്ടോ. ഓരോരുത്തരുടെ വീടുകളിലായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അവരൊക്കെയാണ് ഇതിന്റെ ആളുകള്. ഏതായാലും അടുത്ത വീട്ടിൽ പോട്ടെ. പ്രഗ്യാന്റെ വീട്ടിൽ വന്നതാട്ടോ. അപ്പൊ അവിടുന്ന് ഇതുപോലെ പലഹാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ പലഹാരങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവരെന്നെ പറയും. അപ്പൊ ഈ പലഹാരങ്ങളൊക്കെയാണ് ഇവര് തന്നിട്ടുള്ളത്. നല്ല മധുരമൊക്കെ ഉണ്ട്, നല്ല രുചിയുള്ള സാധനമാണ്. ഇവരെ വീട്ടിൽ വന്നപ്പോ ഇവരെ ഒരു വെൽക്കം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത്. ये क्या भैया? ये बेम्बो फायर है. बाम्बू पीटा. ओके ओके ओके, नाइस. हाँ, सुना पीटा. असम का फेमस है इधर. हाँ, बाबी है. हाँ, ओ इधर बाबी है. ये हमारा बॉन फायर है. हाँ, बॉन फायर. हम लोग असम का फेमस फायर है. हाँ, फेमस फायर है. अंदर क्या चावल? यहाँ पे स्टिकी राइस. स्टिकी राइस, ऐसा अच्छा है. यहाँ पे बाम्बू का अंदर स्टिकी राइस है. अच्छा, हाँ ओके, पकेगा. उसके बाद हम लोग को दिखाएंगे, ठीक है? हाँ, ठीक है ठीक है, ओके. ইন্দ্র কথা বিলাসলে বলি কলি രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടോ ഇവിടെ. വെജിറ്റബിൾ ഏനാ? ആ, മീറ്റ് ആണ് കേട്ടോ. ആ, ഓക്കെ. താറാവിന്റെ ഇറച്ചി കേട്ടോ ഇവിടെ ഉണ്ടാക്കണത്.
അപ്പോൾ ഇവിടെ പ്രാർത്ഥന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ സമയം 11 മണിയായിട്ടുണ്ട് രാത്രി. ഓക്കെ നല്ല തണുപ്പാട്ടോ. അപ്പൊ ഇവിടെ മൊത്തത്തിൽ തീയിട്ടതാണ്. ഇതാ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. Chưa bật máy nhiều ấy. ഓക്കെ Video ഓക്കെ नहीं कर रहा भाई video हाँ। बनाने वाला video तो कर रहा नहीं है वाले ഓക്കെ ഓക്കെ ഓക്കെ. हाँ जी लकड़ी डालो ആ ഓക്കെ ഓക്കെ. പിന്നെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസാദം പോലെ കുറച്ച് കടലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കടല, അതുപോലെ പഴം, പിന്നെന്തോ ഒരു പയറ് എല്ലാം ഉൾപ്പെട്ട ഒരു സാധനമാണ്. രാത്രിക്കുള്ള ഭക്ഷണം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാല് മുളേന്റെ ഉള്ളിലാണ് കേട്ടോ. വെള്ളം ഒഴിക്കാതെ സ്റ്റിക്കി റൈസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. വിളമ്പണ എങ്ങനെയാന്ന് വെച്ചാല് പിന്നെ വാഴേന്റെ ഈ തണ്ട്, അതായത് അതിന് പോളേന്റെ കഷ്ണം കഷ്ണം മുറിച്ചിട്ട് അതിലാണ് ചോറും പിന്നെ താറാവ് കറിയും കൊടുക്കുന്നത്. അതിവിടെ കാണാം. ഇത് കണ്ടില്ലേ, വാഴേന്റെ പോളയാണ്. പോളയിലാണ് പിന്നെ ചോറും താറാവ് കറിയും. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, വാഴേന്റെ പോള. ഓക്കെ 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 ഓക്കെ. social media ne social media. you focus in the social media. Yes. That is a video. Video, okay. That video you focus. Okay. ভালকে মুখখন দেখা মুখখন দেখা কালি চ্যানেলত ইউটিউব চ্যানেলত আহিবি Yeah. Rice, sticky rice and duck curry. Yeah, yes, duck curry. You notice that na? അപ്പൊ ഇത്രയും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് മുളേന്റെ ഉള്ളിൽ വെച്ചിട്ടാട്ടോ. വെള്ളം ഒഴിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനത്തെ ഒരു സ്റ്റിക്കി റൈസ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ താറാവ് കറിയും. അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ. അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് തിരക്കായിട്ട് പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നാളത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാല്, രാവിലെ അതായത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ ആളുകളൊക്കെ ഈ തൊട്ടടുത്ത് പുഴയുണ്ട്, അവിടെ പോയി കുളിക്കുന്ന സമയത്ത് ലൈറ്റ് പോയിട്ടുണ്ട്, കറണ്ട് പോയിട്ടോ. പിന്നെ ആ സമയത്ത് ഇത് കത്തിക്കും. ഇത് പിന്നെ അഗ്നിദേവന് വേണ്ടിയിട്ട് സമർപ്പിക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇത് ഇവര് കത്തിക്കും. അങ്ങനെയാണ് നാളെ രാവിലത്തെ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, ഇത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ ഒരു പിന്നെ ഷെഡാണ്. ഇവിടെ പ്രാർത്ഥിക്കാനും അങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് രാവിലെ കത്തിക്കും. അതാണ് ഇനിയുള്ള രാവിലത്തെ ചടങ്ങ് എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പേര് മെജി എന്നാണ് കേട്ടോ ഇതിന് പറയാ.
മെജി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കത്തിക്കുന്ന ഒരു ചടങ്ങാണ് നാളെ രാവിലെ ഉള്ളത്. അപ്പോൾ ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇനി അധികം ആരുമില്ല, എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി അമ്പലത്തിന്റെ അവിടെ ടെന്റ് അടിക്കാന്നാ വിചാരിച്ചത്. അപ്പൊ രാത്രി കുറച്ച് ആൾക്കാരൊക്കെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിരാക്ക് എന്ന് പറഞ്ഞൊരു ബ്രോ പറഞ്ഞു പിന്നെ ഇവിടെ താമസിക്കണ്ട, അവരെ വീട്ടിൽ പോയി താമസിക്കറിഞ്ഞു. അങ്ങനെ അവരെ വീട്ടിന്റെ അടുത്ത് ടെന്റ് അടിച്ച് അവിടെ താമസിച്ചു. അപ്പൊ അവിടുന്ന് രാവിലെ വന്നിട്ട് പ്രഗ്യാന്റെ വീട്ടിൽ വന്നതാണ്. അപ്പൊ രാവിലെ അവിടെ വന്നിട്ടുണ്ട് എന്നെ കൂട്ടി കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവരെ വീട്ടിൽ വന്നിട്ടുണ്ട്. മറ്റേത് അവന്റെ സുഹൃത്താണ്. പ്രഗ്യാന്റെ വീടാട്ടത്. പ്രഗ്യാനാണ് വലത്ത് ഭാഗത്തുള്ളത്, മറ്റേത് അവന്റെ സുഹൃത്താണ്. മനസ്സാണ് അവന്റെ സുഹൃത്ത്. അപ്പോ ഇവരെ വീട് കണ്ടില്ലേ, പിന്നെ ഇവരെ വീടും ഇതൊരു അമ്പലാണ്. മന്ദിരനാ? അമ്പലാണ്. ഒരു നായക്കുട്ടി ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ ഇത് അവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആസാമിലൊക്കെ സാധാരണ കാണുന്ന പോലെ തന്നെ മുള കൊണ്ടുള്ള വേലി. നല്ലൊരു അടിപൊളി ഗ്രാമമാണ് ഇവിടെ. ഇതാ ചുറ്റുവട്ടത്ത് കുറേ വീടുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വന്നു എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ഇതാണ്. പിന്നെ നല്ല രീതിയിൽ ക്ഷണിച്ച് അങ്ങനെയൊക്കെയാണ് ഇവരെ ഒരു രീതി. ഇവിടെ പിന്നെ വേറൊരു ഇതെന്താന്ന് വെച്ചാൽ കേരളത്തിലൊക്കെ പണ്ട് കണ്ടിരുന്ന മുറ്റത്തൊക്കെ ചാണകമേകുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവെ അങ്ങനെ എവിടെയില്ല. ഇപ്പോൾ പിന്നെ ഇവിടെയൊക്കെ അത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. ഇവിടെയൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചായയും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബിഹുവിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളുണ്ട് അതൊക്കെ. അത് കഴിക്കാൻ പോട്ടെ. ഈ കാണുന്നത് ഇന്നലെ രാത്രി മുളയിൽ ചോറുണ്ടാക്കിയിരുന്നു. സുങ്ങാബീട്ട എന്ന് പറയും, അതാണ് ഇത്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നതാണ്. ഒപ്പമുള്ളത് ഇവരൊക്കെയാണ് കേട്ടോ. ഇവരൊക്കെയാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ്. കണ്ടില്ലേ. അപ്പൊ ഈ സോനാപേട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റിക്കി റൈസ്, അതുപോലെ പിന്നെ ശർക്കര, പിന്നെ പാലും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇവര് ഇവിടുന്ന് പോവാൻ നേരത്തെ കുറച്ച് മുറുക്കാനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, വെറ്റിലയും അടക്കയും. അത് ഇവരെ ഒരു രീതിയാണ്. അപ്പം ഞാനത് മേടിച്ചിട്ടുണ്ട്. വെറുതെ ഒന്ന് ചവച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബൈ 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 ബൈ. അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ്. താങ്ക് യു ബൈ ബൈ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ. അപ്പം എല്ലാവരും യാത്ര പറഞ്ഞ് പോകും. പ്രതീക്ഷിക്കാതെ അപ്പോൾ ഒരു നല്ലൊരു ബിഹുവും ആഘോഷിച്ചു. അതുപോലെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെയും നല്ല മനുഷ്യന്മാരെയും കാണാനായി. പിന്നെ ബിഹു സാധാരണ രീതിയിൽ അങ്ങനെ കിട്ടാത്തൊരു സംഭവമാണ്. അത് ഞാനിവിടെ ഉള്ളത് കൊണ്ട് ആ ഒരു സമയത്ത് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. നല്ലൊരു പരിപാടിയിൽ തന്നെ പങ്കെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഈ യാത്രയിൽ കിട്ടിയ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.